വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിസ്റ്റ് ഇല്ല. ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ്. ജില്ലാശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിസ്റ്റുകൾ ഇല്ലാത്തതുമൂലം നൂറുകണക്കിന് രോഗികളാണ് ദുരിതമനുഭവിക്കുന്നത്. 5 ഡോക്ടർമാർ വേണ്ടെടുത്ത നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത്. ഫ്ലോട്ടിംഗ് അടിസ്ഥാനത്തിൽ നിയമിച്ച ഡോക്ടറെ അടുത്തിടെ സ്ഥലം മാറ്റിയത് രോഗികൾക്ക് ദുരിതമേറി. ആഴ്ചയിൽ 2 ദിവസം ഒപിയും 80 പേർ എന്ന പരിശോധനാ പരിധിയും രോഗികളെ വലയ്ക്കുകയാണ്. ജില്ലാശുപത്രി ജീവനക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് സഹായം ചെയ്യുന്നതായാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം. സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മാഡം പറഞ്ഞതൊക്കെ ശരി. ഇപ്പൊ മാഡം പറയുന്നത് സാധാരണപ്പെട്ട ഈ ചർച്ച അങ്ങനെയല്ല, ഇത് സൊല്യൂഷൻ ആണ്. റിട്ടേൺ ആയിട്ട് എഴുതുന്നതാണ് ഞങ്ങൾ ഇവിടുന്ന് ഓഫീസ് വിട്ട് പോവുള്ളൂ. ആ ദിവസത്തിനകം മാഡം തന്നെ കാലാവധി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ കാലാവധിക്കുള്ളിൽ ഈ ഒഴിവ് നികത്തി സാധാരണ ജനങ്ങൾക്ക് അവിടെ ചികിത്സ ചെയ്യാനുള്ള സംവിധാനം. മാഡം ഫ്രാങ്കായി പറയണം, പ്രൈവറ്റ് ലോബിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കാർഡിയോളജിസ്റ്റുള്ള ദിവസം പോലും രോഗാവസ്ഥയിൽ വരുന്നവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് അയക്കാനാണ് ജില്ലാശുപത്രിയിലെ ജീവനക്കാർ തിടുക്കം കാണിക്കുന്നത്. ജില്ലാശുപത്രിയിൽ മരുന്നും മറ്റ് പരിശോധനകളും ഇല്ലാത്തത് ജീവനക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ടെന്നും ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉപരോധം. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പാലക്കാട് ജില്ലാശുപത്രിയിൽ ഹൃദയരോഗ രോഗത്തിന് ചികിത്സയില്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് ഈ ജില്ലാശുപത്രിയിൽ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊരു കുഴമ്പെന്നൊരു രോഗി വരികയും ആ രോഗിക്ക് പാലക്കാട് ജില്ലാശുപത്രി ചികിത്സ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ജില്ലാശുപത്രിയുടെ ഭാഗത്തുണ്ടായത്. നോക്കൂ, 5 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിൽ ഒരു ഡോക്ടറാണ് അവിടെ പ്രാക്ടീസ് നടത്തുന്നത് ഹൃദയരോഗത്തിന്. അയാളുടെ OP ആകെ 2 ദിവസമേ ഉള്ളൂ. ആകെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണെന്നാണ് അവിടെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഈ 2 ദിവസത്തെ OPക്ക് മണിക്കൂറുകളോളം കാവൽ നിൽക്കേണ്ട സ്ഥിതിയാണ്. വൈകുന്നേരം പോയി OPക്ക് കാവൽ നിന്നാൽ പുലർച്ചെ 4 മണി വരെ OP കിട്ടാൻ വേണ്ടി പാലക്കാട് ജില്ലാശുപത്രി കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് പാലക്കാടിലെ സാധാരണ ജനങ്ങൾക്കുണ്ട്. 5 ഡോക്ടർമാർ വേണ്ടിടത്ത് ഇവർ ഒഴിവ് നികത്തുന്നില്ല. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരമായിട്ട് രംഗത്ത് വന്ന് ഇന്ന് DMOനെ വിരോധിക്കുകയും DMOയ്ക്ക് പാലക്കാട് ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ ഹൃദയം യൂത്ത് കോൺഗ്രസ് കൈമാറുകയും ചെയ്തു. DMO ഞങ്ങൾക്ക് തന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് തന്നെ ജില്ലാശുപത്രിയിലെ ഉള്ള ഒരു ഡോക്ടറുടെ OP എല്ലാ ദിവസവുമാക്കി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അടുത്ത ഒരാഴ്ചക്കകം ഈ ഒഴിവുകൾ നികത്തുമെന്നാണ് DMO നമുക്ക് നിലവിൽ തന്നിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും OP പ്രവർത്തിപ്പിക്കാമെന്നും ഡോക്ടറുടെ കുറവ് നികത്താൻ അടിയന്തരമായി ഇടപെടാമെന്നുമുള്ള DMOയുടെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. അപ്പോൾ ആക്ച്വലി 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. CR ഡോക്ടർ റിട്ടയർ ചെയ്തപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നതും. ഈ പറഞ്ഞ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു 80 OP കട്ട് ഓഫ് വെക്കുന്നത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പം DHന്ന് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മളെന്തായാലും അങ്ങനെ ഒരു കട്ട് ഓഫ് വെക്കണ്ടെന്നുള്ളത് തന്നെ പറയാം. പിന്നെയുള്ളത് മാനുഷ് ഡോക്ടറുടെ പിന്നെയുള്ളത് നമുക്ക് ഇതിൽ ആക്ച്വലി ഡോക്ടർ OP ഇല്ലാത്ത അവസ്ഥ വരുന്നത്, കാർഡിയോളജിസ്റ്റ് OP ഇല്ലാത്ത അവസ്ഥ വരുന്നത് അവിടെ കാർഡിയാക് എത്തട്രൈസേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്കി കുറേ കാത്ത് ലാബിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സർജറി പോലെ തന്നെ മറ്റുള്ള സർജൻസ് ചെയ്യുന്നത് പോലെ തന്നെ സർജറി പോലെ തന്നെയുള്ള കാര്യങ്ങൾ കാർഡിയോളജിസ്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് OPയിലായിട്ട് ഈ ഒരു ഡോക്ടർ ഇരിക്കാത്ത അവസ്ഥ വരുന്നത്. ഡോക്ടർമാരുടെ കുറവ് നികത്തിയില്ലെങ്കിൽ DMOയെ തടയുന്നതുൾപ്പെടെയുള്ള സമരം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. സദാം ഹുസൈൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രശോഭ് C. നിഖിൽ, VS വിപിൻ, പ്രദീപ് മാത്തൂർ, നവാസ് മങ്കാവ, പൂവക്കോട് സജീവ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.